നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയിലേക്ക് എല്ലാ മാന്യശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കിഡ്നിയും ഡയാലിസിസുമാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനായി നമ്മോടൊപ്പം ഉള്ളത് കോട്ടയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ജോസഫ് വിനു പി എ ആണ്. ഡോക്ടറിനെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച്, അതായത് ഒട്ടുമിക്ക ഇപ്പോൾ കാണപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വൃക്ക തകരാറിലാവുക അല്ലെങ്കിൽ നമ്മുടെ കിഡ്നി പ്രശ്നങ്ങൾ. പൊതുവായിട്ടും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പല രീതിയിലുള്ള തകരാറുകൾ വൃക്കകളെ ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വൃക്കകളെ നമുക്ക് സാധാരണയായിട്ട് വൃക്ക രോഗങ്ങൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് താൽക്കാലികമായിട്ട് ഉണ്ടാവുന്ന ടൈപ്പുണ്ട്, പിന്നെ സ്ഥിരമായിട്ടുള്ള വൃക്കരോഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്കൊരു കോള് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഓക്കെ, നമുക്ക് കോള് നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഓക്കെ ചേച്ചി, ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. ഡോക്ടറെ. ഹലോ. ഹലോ ഡോക്ടറെ. ഹലോ, പറഞ്ഞോളൂ. പിന്നെ ഈ മലബന്ധവും ഈ കിഡ്നിയായിട്ട് വല്ല ബന്ധമുണ്ടോ? സാധാരണഗതിയിൽ രണ്ട് അവയവങ്ങളെയാണ് ബാധിക്കുന്നത്. വൃക്ക തകരാറിലായവർക്ക് സാധാരണഗതിയിൽ നമുക്ക് കുടലിന്റെ അനക്കത്തിന് കുറച്ചൊരു കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അവർക്ക് ഈ നമ്മൾ സാധാരണ ആൾക്കാർ കഴിക്കുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സും അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചില വൃക്കരോഗികൾ അയൺ ഗുളികകൾ കഴിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വൃക്കരോഗങ്ങളുള്ള ആൾക്കാരിൽ മലബന്ധം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും നേരിട്ടൊരു ബന്ധമുള്ളതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ മലബന്ധം ശക്തമായിട്ടുള്ള ആൾക്കാർക്ക് മൂത്രനാളിക്ക് തടസ്സം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലാതെ എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ ബലബന്ധമുണ്ട്. ഈ മലദ്വാരത്തിന്റെ അവിടെ ഈ കുരുക്കളുണ്ട്, അത് പൊട്ടി പോവുമായിരുന്നു. ഇപ്പൊ ആണെങ്കിൽ മരം പോകത്തുമില്ല, ശകലവും പോകത്തുമില്ല, ഭയങ്കര വയറ് കഴപ്പ് അടക്കൊക്കെയാണ്. ഇത്തരം രോഗങ്ങൾ കിഡ്നി ആയിട്ട് വല്ല തകരാറുണ്ടോ എന്നറിയാൻ സാധ്യത വളരെ വളരെ കുറവാണ്. നിങ്ങൾക്ക് ഷുഗറോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രഷറുണ്ട്, ഷുഗറില്ല. പ്രഷർ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ വൃക്കരോഗം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. പക്ഷേ മലബന്ധം നേരിട്ട് വൃക്കരോഗം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ പ്രഷർ ഉള്ളത് കൊണ്ട് പക്ഷെ വൃക്കരോഗം ഉണ്ടോന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. തൈറോയിഡും ഉണ്ട്, അല്ലാതെ വേറെ അസുഖങ്ങളൊന്നും. തൈറോയിഡിന്റെ പ്രവർത്തനം തീരെ കുറവായവർക്ക് മലബന്ധം ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരിൽ തൈറോയിഡിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുന്ന് കഴിക്കുന്നത് കറക്റ്റ് ഡോസിലാണോ എന്ന് അതിന്റെ ഒരു TSH എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കി അത് ശരിയാണോ എന്ന്, ഡോസ് ശരിയാണോ എന്ന് ഉറപ്പിക്കണം. അപ്പൊ ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വൃക്കകളുടെ പ്രധാന വൃക്കകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ നേരത്തെ സംസാരിച്ച് തുടങ്ങിയതുപോലെ താൽക്കാലികമായിട്ടുള്ള വൃക്ക തകരാറുകളുണ്ട്, സ്ഥിരമായിട്ടുള്ള വൃക്ക തകരാറുകളുണ്ട്. നമ്മൾ ചില എന്താ പറയാ അണുബാധകള്, അതായത് എലിപ്പനി പോലെയുള്ള അസുഖങ്ങള്, പാമ്പ് കടിച്ചാലുണ്ടാവുന്ന അസുഖങ്ങൾ, അപ്പൊ ഇതിലൊക്കെ വൃക്കയ്ക്ക് താൽക്കാലികമായിട്ട് തകരാറ് സംഭവിക്കാറുണ്ട്. അത്തരം രോഗങ്ങളിൽ നമ്മൾ ഈ തകരാറുണ്ടാക്കിയ ആ അവസ്ഥ എന്താണെന്ന് കണ്ടെത്തി അത് ചികിത്സിച്ച് മാറ്റുമ്പോൾ സാധാരണഗതിയിൽ വൃക്കരോഗം മാറുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ചില രോഗങ്ങൾ സ്ഥിരമായിട്ടുള്ള വൃക്കരോഗം ഉണ്ടാക്കും. നമുക്ക് ഉദാഹരണത്തിന് ഷുഗർ അല്ലെങ്കിൽ പ്രഷർ, ഈ പ്രതിരോധ സംവിധാനത്തിനുള്ള വ്യത്യാസങ്ങൾ, ഇപ്പൊ ഈ വാദം പോലെയുള്ള അസുഖങ്ങളിൽ, SLE എന്ന് പറയുന്ന അസുഖങ്ങളിൽ സ്ഥിരമായിട്ടുള്ള വൃക്കരോഗം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരം അസുഖങ്ങളിൽ സാധാരണഗതിയിൽ വൃക്കരോഗം പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധ്യമല്ല. എന്നിരുന്നാലും നമുക്ക് ആ വൃക്കരോഗം കൂടുതൽ മോശമാവാതിരിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ചികിത്സകളും മരുന്നുകളും ഉപയോഗിച്ച് കുറേ നാള് നമുക്ക് മരുന്നുകളിലൂടെ ജീവിച്ചു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് വൃക്കരോഗമാണ് ഉള്ളത്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് നമ്മുടെ ഡയാലിസിസ് ചികിത്സ എന്ന് പറയുന്നത്. എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് കീമോതെറാപ്പി ചെയ്യുന്ന കണക്കൊരു പേടിയാണ്. ഡയാലിസിസ് ചെയ്യുന്നത് കൊണ്ട് ജീവിതകാലം മുതൽ ഇത് നമുക്ക് പ്രശ്നമാകുമോ, അങ്ങനെ വളരെയധികം ഒരുപാട് സംശയങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഡോക്ടർ ഡയാലിസിസ് എന്ന് പറയുന്നത്? ഡയാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൃക്കയുടെ ജോലി വേറൊരു മെഷീന്റെ സഹായത്തോടെ നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ വൃക്ക പൂർണ്ണമായിട്ടും തകരാറിലായിട്ടുള്ള ആൾക്കാരിൽ വൃക്കകളുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തശുദ്ധീകരണം, ശരീരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കുക എന്നുള്ളതാണ്.
അത്തരം പ്രവർത്തനങ്ങൾ നടക്കാതെ വരും. അപ്പൊ അതുമൂലമുള്ള അസുഖ ലക്ഷണങ്ങളും കോംപ്ലിക്കേഷൻസും സങ്കീർണതകളൊക്കെ ഉണ്ടാവും. അപ്പോ അങ്ങനെയുള്ള ആൾക്കാരിലാണ് നമുക്ക് എന്തായാലും കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, ആ സംസാരിച്ചോളൂ ഡോക്ടർ. എനിക്ക് ആ ഷുഗർ ഉണ്ട്. ആ ഷുഗറിന് ഒരു ചാവ് ഉണ്ടായിരുന്നു, അത് കഴിക്കാമോ എന്നുള്ള അറിയാല. കേട്ടില്ല. RGL കമ്പനിയുടെ ചാവ് ഉണ്ട്, അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഷുഗർ മാറും. ഇപ്പോഴുള്ള കുഴപ്പമില്ല, നടക്കുമ്പോൾ കാലിന്റെ വെള്ള ഇരിക്കുമ്പോഴൊക്കെ കാലിന്റെ വെള്ള അടലും. ഓക്കെ, ഇതാണ് പ്രശ്നം. ഈ ജീവന്റെ ചാവ് കഴിക്കുന്നതിന് കുഴപ്പമുണ്ടോ? നമുക്ക് സാധാരണഗതിയിൽ ഈ ഷുഗർ ചികിത്സിച്ച് മാറ്റാൻ ഉള്ള ഒരു മരുന്നുകളൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഷുഗർ നിയന്ത്രിച്ച് നിർത്തിയാൽ ഷുഗർ മൂലമുള്ള നമ്മുടെ ഞരമ്പുകളുടെ തകരാറ്, വൃക്കകളുടെ തകരാറ്, കണ്ണിന്റെ തകരാറ് എന്നീ അവസ്ഥകൾ വരാതിരിക്കാൻ സഹായിക്കും. ആ ടാബ്ലറ്റിന്റെ പേര് ഒന്നുകൂടെ ഒന്ന് പറയാമോ? ചേട്ടാ, ടാബ്ലറ്റിന്റെ പേരാണേ. ചേട്ടൻ ഉപയോഗിക്കുന്ന മരുന്നിന്റെ പേരൊന്ന് പറയാമോ? മരുന്നിന്റെ പേര്, ആ മരുന്നിന്റെ പേരൊന്ന് പറയാമോ? RGL. ചേട്ടാ വ്യക്തമായില്ല. കമ്പനിയാ, DSL കമ്പനി. അതിന്റെ ചാവാണിത്, RGL. അത് കഴിച്ചാൽ ഷുഗർ മാറും. അത് അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഞാൻ എന്റെ ഒരു നമ്പർ കൂടെ. ഓക്കെ. പക്ഷെ അത് ഞാൻ ഇത് മേടിക്കാൻ പറഞ്ഞിട്ട് ആ സ്ഥലം അവിടെ പോയി മേടിക്കണം. അത് നമ്മുടെ മോൻ മേടിച്ചോണ്ട് പോയാ പറഞ്ഞിട്ട് കൊണ്ടുവരത്തുമില്ല. കാലിൽ അടിലൊക്കെ കണ്ണ് ഉറങ്ങാനൊക്കത്തില്ല, നടക്കാനും പറ്റത്തില്ല, പല പ്രശ്നങ്ങളാണ്. ഈ കാലിലെ അഴലക്കം എന്ന് പറയുന്നത് ഷുഗർ മൂലം നമ്മുടെ കാലിലേക്കുള്ള ഞരമ്പുകൾക്ക് തകരാറ് സംഭവിക്കുമ്പോൾ വരുന്ന ഒരവസ്ഥയാണ്. സ്പർശനശേഷി കുറയുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നമുക്ക് മരുന്നുകളുണ്ട്. ആ ഒരു അവസ്ഥ കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ അതിനുവേണ്ടി ഒരു ന്യൂറോളജിസ്റ്റ്, ഞരമ്പിന്റെ ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത്. ചേട്ടൻ കേൾക്കുന്നുണ്ടോ? ആ, എന്തായാലും എനിക്കൊന്ന് കോള് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ ദയവ് ചെയ്ത് പ്രിയ ശ്രോതാക്കൾ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ അല്പം റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു കോളോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ ഹലോ, പറഞ്ഞു. ഞാനൊരു ഷുഗർ പേഷ്യന്റ്. പറഞ്ഞോളൂ സാറേ. എനിക്ക് ഈ കാലിന്റെ വെള്ളം രണ്ടും പെരുപ്പ. ഷുഗർ ഇന്നലെ കൂടെ ഞാൻ ചെക്ക് ചെയ്ത് 99 ഉള്ളായിരുന്നു എനിക്ക്. നമുക്ക് ഷുഗർ കൂടുതലായിട്ട്. പറഞ്ഞോളൂ. ഞാനൊരു സ്ട്രോക്ക് പേഷ്യന്റ് ആയിരുന്നു. സ്ട്രോക്ക് വന്നിട്ടില്ല, 5 വർഷമായി. ശരി. കാരണം എല്ലാ മരുന്നുകളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് സാർ, ഡോക്ടർ പറയുന്നത്. ഇത് കാലിന്റെ വെള്ളം രണ്ടും ഭയങ്കര പെരുപ്പ. പുകച്ചിലുണ്ടോ? അതുകൊണ്ടാണ് വിളിച്ചത്. പുകച്ചിലുണ്ടോ? ഇല്ല, പുകച്ചിലൊന്നുമില്ല. കാല് തൊടുമ്പോ ഒരു മാതിരി തോന്നും. സാധാരണഗതിയിൽ ഷുഗർ രോഗികൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഷുഗർ മൂലം ഞരമ്പുകൾക്ക് തകരാറ് സംഭവിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞരമ്പുകൾക്ക് തകരാറ് സംഭവിക്കുമ്പോൾ നമുക്ക് അവരുടെ ആ കാൽപാദത്തില് സ്പർശനശേഷി കുറയുകയും അപ്പോൾ നിലത്ത് ചവിട്ടുമ്പോൾ നമുക്ക് ഒരുമാതിരി സ്പോഞ്ചിൽ നടക്കുന്ന പോലെയുള്ള ഒരു തോന്നലുണ്ടാവുകയും ചെയ്യും. എനിക്ക് തോന്നുന്നത് അന്തരീക്ഷത്തിൽ നിൽക്കുന്നവര് തോന്നും. അത് തന്നെ, കറക്റ്റ്. അത് പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഒരു അവസ്ഥ തോന്നാറുണ്ട്. എനിക്ക് അത് തന്നെ ഉള്ളത്. ഞാൻ ആഴ്ചയിലൊരിക്കലും ഷുഗറും പ്രഷറും എല്ലാം ചെക്ക് ചെയ്യാറുള്ള വ്യക്തിയാണ്. നോക്കുന്നുണ്ട്. അതെല്ലാം നോർമലാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഫീലിംഗ് കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകൾ ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കാണുന്ന ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് ഈ അവസ്ഥ അദ്ദേഹത്തോട് വിവരിക്കണം. അദ്ദേഹം ചില പരിശോധനകളൊക്കെ നടത്തി ഇത് ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഷുഗർ മൂലമുള്ള ഞരമ്പിന്റെ തകരാറാണോ എന്ന് സ്ഥിരീകരിക്കും. വേറെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ സാമ്പത്തികമായിട്ട് വലിയ ഉള്ള വ്യക്തിയല്ല, അതുകൊണ്ടാണ് ഈ കോളൊക്കെ അറ്റൻഡ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് അങ്ങനെ വലിയ ചെലവ് വരത്തില്ല അച്ഛാ. നമ്മൾക്ക് ഇപ്പൊ ഗവൺമെന്റ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഇപ്പൊ ന്യൂറോളജിസ്റ്റ് ഉണ്ട്. കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ന്യൂറോളജിസ്റ്റ് ഉണ്ട്. സാറേ, അവിടെ പോയി കഴിഞ്ഞാല്
അവര് 25-30 ടിക്കറ്റേ എടുക്കത്തുള്ളൂ. എനിക്ക് ആ സമയത്ത് എത്താനൊക്കത്തില്ല. പിന്നെ ആ കാര്യത്തിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കണം? മനസ്സിലായി. അപ്പൊ നമ്മള് ആരെങ്കിലും അവര് 30 അല്ലെ 50 വരെ എടുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് പോയാലും എനിക്ക് OP ടിക്കറ്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ അവര് വേറെ ആർക്കോ കൊടുക്കണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ 3 പ്രാവശ്യം ഇപ്പൊ പോയി. 4 മണിക്ക് എഴുന്നേറ്റ് പോയിട്ട് എനിക്ക് OP ടിക്കറ്റിൽ നമ്പർ ഇതിൽ കിട്ടിയില്ല. ഇതൊരു പരാതിയായിട്ട് കരുതിയാൽ വലിയ ഉപകാരമാകും. ശരി. ഓക്കെ ചേട്ടാ, അപ്പോൾ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. നമുക്ക് എന്തായാലും ഡോക്ടർ മറ്റൊരു കോള് കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ചോദിച്ചോളൂ ഡോക്ടർ. പിന്നെ എനിക്ക് ഷുഗറും ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്. ഞാൻ കുറച്ച് നാളിന് ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ട്രൈഗ്രേഡ് എന്ന് പറയുന്ന ഒരു എന്തിനുണ്ടോ, അത് എനിക്ക് 1081 വന്നു. ട്രൈഗ്ലിസറൈഡ് അത് 1081 വന്ന്. ഷുഗർ നോർമലാണ്. അന്നേരം ഞാൻ പോയി ഫിസിഷ്യനെ കണ്ടു. കാരണം പുള്ളിയുടെ കിഡ്നിക്ക് കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. കിഡ്നിയുടെ മുകളിലൊരു അരിപ്പയുണ്ട്. അരിപ്പയുടെ ഹോള് വലുതായിട്ടുണ്ട്. അതിനുള്ള ഗുളിക തന്നോണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ അത് കഴിച്ചിട്ടും ഇത് രണ്ടും കുറയുന്നില്ലെങ്കിൽ, പക്ഷെ ഞാൻ ആവശ്യം ഈ ആഹാരം ലിമിറ്റ് ചെയ്യത്തില്ല. ആഹാരം നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്, കഴിക്കാതിരിക്കാൻ പറ്റില്ല. അതെന്താണ് ഇത് കുറയാത്ത കാര്യം? എന്താണ്? ഞാൻ ഗുളിക റെഗുലറായിട്ട് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മള് കൊളസ്ട്രോൾ സംബന്ധമായിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ? അല്ല, വേറെ ഒന്നിന്റെ മരുന്ന് കഴിക്കുന്നില്ല. അതിപ്പോ എനിക്ക് ഇങ്ങനെ ഈ 1081 വന്നിട്ട് സൈഡ് എഫക്റ്റ് ആയിട്ട് രാവിലെ എണീക്കുന്നതിനോ നടക്കുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നിട്ടില്ല. താങ്കൾ പറയുന്നത് മൈക്രോ ആൽബുമിന്റെ കാര്യമാണോ? 1081 വന്നിരിക്കുന്നത്. മൂത്രത്തിൽ ടെസ്റ്റ് ചെയ്തത്? മൂത്രം ഒഴിക്കുമ്പോൾ പതഞ്ഞു വരികയും ചെയ്യും. ഓക്കെ. അപ്പോൾ മൂത്രത്തില് ആൽബുമിന്റെ അളവ് കൂടുക എന്ന് പറയുന്നത് ഷുഗർ കിഡ്നികളെ ബാധിച്ച് തുടങ്ങുന്നതിന്റെ തുടക്കഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ കൺട്രോൾ കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ നമുക്ക് വണ്ണമുള്ള ആളാണെങ്കിൽ വണ്ണം ശരിക്ക് കുറയ്ക്കണം. ഇല്ല, വണ്ണമില്ല, എനിക്ക് 58 കിലോ ഉള്ളു. അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ശരി. രാവിലെ നടത്തുണ്ട്. പിന്നെ ഇതിന് ഇത്തരം ഈ മൂത്രത്തിലുള്ള ഈ ആൽബുമിന്റെ അളവ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ അതൊരു പ്രശ്നമായിട്ട് വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു 3-4 ടൈപ്പ് മരുന്നുകളുണ്ട്. അതിലേതെങ്കിലുമൊക്കെ ഒരു മരുന്ന് തുടങ്ങി നമ്മളൊരു 3 മാസം കഴിയുമ്പോൾ രണ്ടാമത് ടെസ്റ്റ് ചെയ്ത് നോക്കി, അത് വെച്ചിട്ട് കുറഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത മരുന്ന് തുടങ്ങി, എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി, അങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോരോ മരുന്നുകളായിട്ട് ഇതിന് തുടങ്ങി ഇത് കൺട്രോൾ ആക്കാൻ ശ്രമിക്കും. എന്നിട്ട് കൺട്രോൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഒരു സീരിയസ് ആയ വൃക്കരോഗം വരാതിരിക്കാൻ നല്ലതായിരിക്കും. ഈ അരിപ്പയ്ക്ക് ഹോള് കൂടി എന്ന് പറഞ്ഞ എന്താ, നമുക്ക് വലിയ ഹാങ് ഓവറോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഒന്നും വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രോഗത്തിന്റെ തുടക്കം മാത്രമാണ്. അപ്പൊ ഈ സമയത്ത് നമുക്ക് കാര്യമായിട്ട് അസുഖ ലക്ഷണമൊന്നും വരത്തില്ല. നമ്മുടെ രക്തം ഒരു പ്രത്യേക ടൈപ്പ് അരിപ്പയ്ക്കൂടെ ശുദ്ധീകരിച്ചിട്ടാണ് മൂത്രം ഉണ്ടാക്കുന്നത്. അപ്പൊ ആ അരിപ്പയുടെ ഹോളാണ് വലുതായെന്ന് ആ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അരിപ്പയുടെ ഹോള് വലുതായപ്പോ നമ്മുടെ രക്തത്തിൽ കാണുന്ന ആൽബുമിൻ മൂത്രത്തിലോട്ട് ലീക്ക് ചെയ്ത് വരികയാണ്. അപ്പൊ അതാണ് നമ്മൾ മൂത്രത്തിൽ 1081 കണ്ടത്. അപ്പൊ അത് നമുക്ക് കുറയ്ക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോളിന്റെ അരിപ്പയുടെ ഹോള് വലുതായത് ചെറുതാക്കണം. കണ്ട് ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് പോയി ഇതെല്ലാം ചെയ്യുന്നത്. അന്നേരം ഇതിപ്പം കഴിഞ്ഞ 3 മാസം കൊണ്ട് ഈ ഗുളിക ഞാൻ കഴിക്കുന്നുണ്ട്. അതിന്റെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 3 മാസം ആയെങ്കിൽ നമ്മൾ അത് രണ്ടാമത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സമയമായിട്ടുണ്ട്. ഈ മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്നത് അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കി, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് തുടരുക, കുറഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത മരുന്ന് ചേർക്കണം. അങ്ങനെയാണ് അതിന്റെ രീതി. അല്ലാതെ നമുക്ക് ഭയക്കേണ്ട കാര്യം വല്ലതുണ്ടോ സാർ? ഇപ്പൊ ഭയക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ശരിയായിട്ട് ഷുഗർ കൺട്രോൾ ആകാതെയും പ്രഷർ കൺട്രോൾ ആകാതെയും ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വൃക്കകൾക്ക് തകരാറ് വന്നു തുടങ്ങും. ഇപ്പോ നിലവിൽ വലിയ തകരാറ് കാണത്തില്ല. സൂക്ഷിച്ചാ മതി. അപ്പോൾ ഡോക്ടർ നമുക്ക് മറ്റൊരു കോള് കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ ഹലോ, സംസാരിച്ചോളൂ, കേൾക്കുന്നുണ്ട്. ഡോക്ടറെ നമസ്കാരം. എന്റെ അനിയത്തിക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. എന്റെ അനിയത്തിയുടെ 2 വൃക്കയും പോയി. അപ്പൊ അവർക്ക് ഡയാലിസ് ചെയ്യാനങ്ങ് പേടി. അങ്ങനെ അക്യുപഞ്ചർ ചെയ്യുന്നു. അതിൽ വല്ല കുഴപ്പമുണ്ടോ ഡോക്ടറെ? അതൊരു ശരിയായ ചികിത്സാ രീതിയല്ല. കാരണം 2 വൃക്കയ്ക്കും കേട് സംഭവിച്ചു കഴിഞ്ഞാൽ. എത്ര പ്രായമുണ്ട് അനിയത്തിക്ക്?
അനിയത്തിക്ക് പിന്നെ 34 വയസ്സ്. അയ്യോ, തീരെ പ്രായം കുറവാണല്ലോ. തീരെ പ്രായം കുറവാ. അപ്പൊ ഇവർക്ക് പറ്റിയ ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് നമുക്ക് ഡയാലിസിസ് തുടങ്ങുക. ഡയാലിസിസ് തുടങ്ങിയ ശേഷം വൃക്ക മാറ്റി വയ്ക്കുക. അതായിരിക്കും ഏറ്റവും നല്ല ചികിത്സ. കാരണം പ്രായം വളരെ കുറവാണ്. നമുക്ക് വൃക്ക മാറ്റി വയ്ക്കാനായിട്ട് താരതമ്യേന ഇപ്പൊ ചെലവ് കുറവാണ്. ഇപ്പൊ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലൊക്കെ സൗജന്യമായിട്ട് ചെയ്തു കിട്ടും. തിരുവനന്തപുരത്ത് ചെയ്യുന്നുണ്ട്, ആലപ്പുഴയില്, കോട്ടയത്ത് ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് വേറെ ബന്ധുക്കൾ ആരെങ്കിലും വൃക്ക തരാൻ തയ്യാറാണെങ്കിൽ ആ വൃക്ക ചേരുമോ എന്ന് നോക്കിയിട്ട് ആ വൃക്ക വെച്ച് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ്. കാരണം നമ്മൾ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നീര് എന്ന് പറയുന്നത് ഒരു സീരിയസ് പ്രശ്നമാണ്. വെള്ളം ഒന്നും കുടിക്കരുത്, പിന്നെ ആഹാരം ഒന്നും വലുതായിട്ട് കഴിക്കണ്ടെന്നൊക്കെ ഈ അക്യുപഞ്ചർ ചെയ്ത ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് ആഹാരം കഴിപ്പും വെള്ളം കഴിപ്പും ഒന്നുമില്ല, നല്ല നീര്. പിന്നെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വെള്ളവും വരുന്നുണ്ട്. നമ്മൾ എത്രയും വേഗം ഈ അക്യുപങ്ചർ നിർത്തിയിട്ട് ശരിക്കുള്ള ഒരു ചികിത്സാ രീതിയിലോട്ട് മാറുന്നതാണ് നല്ലത്. ഏതെങ്കിലും ഒരു വൃക്കയുടെ സ്പെഷ്യലിസ്റ്റുള്ള ആശുപത്രിയിൽ പോയി നമ്മൾ ഡയാലിസിസ് തുടങ്ങണം. അല്ലെങ്കിൽ ആരോഗ്യം തീരെ മോശമാവാനും ചിലപ്പോൾ ജീവൻ തന്നെ അപകടത്തിലാവാനും സാധ്യതയുണ്ട്. ചെറുപ്പമാണ്, നമ്മൾ അക്കാര്യത്തിൽ ഒട്ടും ഉപേക്ഷ വിചാരിക്കാൻ പാടില്ല. എത്രയും വേഗം ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അതിനുള്ള ശരിയായ ചികിത്സ തുടങ്ങണം കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ഡോക്ടർ നമുക്ക് മറ്റൊരു കോളോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ പറഞ്ഞോളൂ. ഹലോ സാറേ, എന്റെ മോന് 24 വയസ്സുണ്ട്. ഓക്കെ, മോന്റെ കാര്യത്തിന് വേണ്ടിയാണ് സാറേ. പറഞ്ഞോളൂ. ഒരു 2-3 വർഷത്തിന് മുമ്പ് ഈ മഴ പെയ്ത സമയത്ത്, ഇടി മിന്നലുള്ള സമയത്ത് സ്പീക്കർ അവൻ എടുത്തു മാറ്റി. മഴ വെള്ളം പുറത്ത് വെച്ചിരുന്നായിരുന്നു. ആ ടൈമിൽ ഇടി വെട്ടിയ സമയത്ത് അവന്റെ പുറത്ത് ഇങ്ങനെ ഈ കറണ്ട് വന്നതുപോലെ തോന്നി. അതായത് കണ്ടുകൊണ്ടിരുന്ന ആള് പറയുന്നു, മോൻ പറയുന്നു, രണ്ടാമത്തെ മോൻ പറയുന്നു, കൈ ഒരുമാതിരി എക്സ്റേ ഫിലിം പോലെ ആ എടുത്ത സമയത്ത് അതുപോലെ ആയി എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ശരീരം എല്ലാം കൂടെ കയറി വന്നിച്ചു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേക്ക് കിഡ്നി സംബന്ധമായിട്ട് എന്തോ എഫക്റ്റിയാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം നോക്കിയിട്ട് ഇപ്പൊ 2-3 വർഷമായി. അപ്പൊ അതിന് മരുന്നെല്ലാം കൊടുത്തപ്പോ ഓക്കെ ആയി. അല്ല, അന്നേ ഓക്കെ ആയി. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് കിഡ്നിക്ക് കംപ്ലൈന്റ് വല്ലതും വരുമോ ഇല്ലയോ, അതോ ഇനി ചെക്ക് ചെയ്ത് നോക്കണോ എന്നുള്ളതാണ് സാറിനോട് ചോദിക്കാനുള്ള ഒരു. ഓക്കെ, ചേട്ടൻ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മകന് താൽക്കാലികമായിട്ടുള്ള ഒരു വൃക്കരോഗം വന്നതായിട്ടാണ്. അതെ, വളരെ സന്തോഷം സാറേ. അതറിഞ്ഞൊരു താൽക്കാലികമായിട്ടുള്ള സാധാരണഗതിയിൽ ചെറുപ്പക്കാരാണെങ്കിൽ ഭാവിയിൽ യാതൊരു തകരാറും ഉണ്ടാവാറില്ല. 22 വയസ്സേ ഉള്ളു. അപ്പൊ അന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞ് ഡയാലിസിസ് ചെയ്യണം, അങ്ങനെ ചെയ്യണ പോലെ പറ്റിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആകെ പേടിച്ച് വരണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം കേട്ടതുകൊണ്ട് എന്തായാലും സാറിന്റെ ഒരു അഭിപ്രായം കൂടെ അറിഞ്ഞതുകൊണ്ട് അവന് ഇപ്പൊ ഞാൻ പറഞ്ഞ ക്രിയാറ്റിന എന്തെങ്കിലും കൂടുതലുണ്ടോ, അടുത്ത് ഇതുണ്ട് സാറേ, തൊട്ടടുത്ത് തന്നെ ലാബുണ്ടേ. ഓക്കെ, അവിടെ കൊണ്ട് ബ്ലഡ് ഒന്ന് കൊടുക്കാൻ പറയാൻ ഒരു തരത്തിൽ പോകത്തില്ല, എനിക്കൊരു കുഴപ്പവും ഇല്ലാന്ന് പറഞ്ഞിട്ട്. ഇത് അറിയത്തില്ലല്ലോ സാറേ, ലാസ്റ്റല്ലേ അറിയുള്ളൂ. അതെ, പക്ഷെ നമുക്ക് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തേക്ക് വർഷത്തിൽ ഒരു തവണയെങ്കിലും ക്രിയാറ്റിനിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം. അതായിരിക്കും. മാത്രമല്ല സാറേ, വേറെ എന്തോ ക്രിയാറ്റിൻ മാത്രം മതി തൽക്കാലം. ക്രിയാറ്റിൻ നോർമൽ ആണെങ്കിൽ അത് മാത്രം മതി. ക്രിയാറ്റിൻ നോർമൽ അല്ലെങ്കിലാണ് നമ്മൾ പിന്നെ പൊട്ടാഷ്യം, മൂത്രം എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു തവണയെങ്കിലും ഇപ്പൊ 1-2 വർഷമായെന്ന് പറഞ്ഞല്ലേ? 2-3 വർഷമായി. അപ്പൊ എല്ലാ വർഷവും 2-3 വർഷമെങ്കിലും സിംറ്റംസ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ക്ഷീണം കാണിക്കുന്നില്ല, ബോഡി എല്ലാം ഓക്കെ കറക്റ്റ് ആണ്. അല്ല, അത് ശരി തന്നെ. പക്ഷെ അസുഖം കാണിക്കുന്നില്ല. പക്ഷെ അതുകൊണ്ട് കുഴപ്പം വരാൻ സാധ്യത കുറവാണ്. പക്ഷെ നമുക്ക് ഉറപ്പിക്കാനായിട്ട് വർഷത്തിലൊരിക്കൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്, ഒരു 2 വർഷത്തേക്കെങ്കിലും കൂടെ. എന്നിട്ട് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല. അല്ല, ഞാൻ ഇതിനിടയ്ക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിന് പേടി സാറേ. നമ്മൾ സാധാരണ പറയുന്നത് 5 വർഷത്തേക്ക് വർഷത്തിലൊരിക്കലെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിന്റെ ബാക്കിയായിട്ട് എന്തെങ്കിലും കിടപ്പുണ്ടോ എന്ന് അറിയാൻ. പക്ഷെ മിക്കവാറും ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്, അങ്ങനെ ഒന്നും കാണാറില്ല. ഭാവിയിൽ ഇത് ഈ ലൈറ്റിനിങ് തണ്ടറായിട്ട് വന്നപ്പോഴും എന്താണ് സാർ അത് അങ്ങനെ വരാനുള്ള ഒരു വിഷയം എന്താണ്? സാധാരണ അങ്ങനെ ലൈറ്റ്നിങ്ങിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി നമ്മുടെ പേശികൾക്ക് നല്ല ഡാമേജ് വരും.
അങ്ങനെ വന്നതായിരിക്കും. പേശികൾക്ക് ഡാമേജ് വരുമ്പോൾ പേശികളിൽ നിന്ന് വരുന്ന വിഷവസ്തുക്കൾ കിഡ്നിയിൽ അടിഞ്ഞുകൂടിയിട്ട് കിഡ്നിയുടെ പ്രവർത്തനം കുറയ്ക്കും. അങ്ങനെ വന്നതായിരിക്കും അല്ലേ? അങ്ങനെ വന്നതായിരിക്കും. അത് ശരി ശരി സാറേ, താങ്ക്സ്. ഞാനിപ്പോ ഒരു വർഷം കൂടെ പോകുന്ന ചെക്ക് ചെയ്യിച്ചാൽ മതിയല്ലേ സാർ? മതി മതി മതി, അത് മതി. ഇപ്പൊ 2 വർഷം കഴിഞ്ഞിട്ടും പോകുന്നില്ല, അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു. ഒന്ന് പറഞ്ഞു വിട്ടേക്ക്. ശരി, വളരെ നന്ദി സാറേ. ശരി, ഓക്കെ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കണ നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. ഡോക്ടർ മറ്റൊരു കോള് കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ. സാറേ, എനിക്ക് ഒരു 3-4 കൊല്ലം കൊണ്ട് UTI അടുപ്പിച്ച് വരുന്നുണ്ട്. ഒരു തവണ പ്രോസ്റ്റേറ്റിസും ആയായിരുന്നു. അപ്പം അത് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ? കൾച്ചർ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നെഗറ്റീവാണ്. പിന്നെ ഈ മൂത്രം നിർത്തിയുള്ളതിനകത്ത് കുറച്ച് മൂത്രം കെട്ടിക്കിടക്കുന്ന അങ്ങനെ യൂറോളജിനെ കണ്ടായിരുന്നു. പിന്നെ മൂത്രം ഒരിക്കലും പിടിച്ചു നിർത്താൻ പാടില്ല, പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരും എന്ന് പറയുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ വർഷത്തിൽ 1-2 തവണ വരുന്നുണ്ട്. നമുക്ക് ഈ പ്രോസ്റ്റേറ്റിന്റെ തകരാറ് മൂലം 2 രീതിയിലുള്ള അസുഖലക്ഷണങ്ങൾ വരാറുണ്ട്. ഒന്ന്, മൂത്രസഞ്ചിയിലെ ഇറിറ്റേഷൻ മൂലം വരുന്നത്. അതിൽ നമുക്ക് മൂത്രം ഒഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. രണ്ടാമത്തത് മൂത്ര തടസ്സം കൊണ്ടുള്ള പ്രോബ്ലംസ്. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ മൂത്രസഞ്ചിക്കകത്ത് കുറച്ച് മൂത്രം ബാക്കി നിൽക്കുന്നു എന്നൊരവസ്ഥയാണുള്ളത്. അങ്ങനെ ബാക്കി നിൽക്കുന്ന മൂത്രത്തിനകത്ത് അണുബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് വളരെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ, അതായത് ഒരു 100 മില്ലി താഴെയാണെങ്കിൽ നമുക്കതൊരു സീരിയസ് ആയ പ്രശ്നമായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഡോക്ടർ പറഞ്ഞ കുഴപ്പമില്ല, അത് ചെറിയ രീതിയിലുള്ളതെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ അണുബാധകള് ഈ മൂത്രസഞ്ചിയിൽ വരുന്നത് അത് കിഡ്നീനെ പ്രതികൂലമായിട്ട് ബാധിക്കത്തില്ല. പക്ഷെ ഈ തടസ്സം കാരണം മൂത്രം പോവാതിരിക്കുക, എന്നിട്ട് മൂത്രസഞ്ചിയിൽ പ്രഷർ കൂടുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ കിഡ്നിക്ക് ഡാമേജ് വരാം. അപ്പൊ അതുകൊണ്ട് ഈ മൂത്രത്തിന്റെ അളവ് ബാക്കി നിൽക്കുന്നത് അത് കൂടുന്നുണ്ടോ എന്ന് ഒരു 6 മാസം അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കൂട്ടത്തിൽ ആ ഒരു ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റും ചെയ്ത് നോക്കണം. അത് 6 മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്നുണ്ട് ഞാൻ. ശരി, അത് നോർമൽ ആയിരിക്കുന്നിടത്തോളം കാലം പേടിക്കാനില്ല. പിന്നെ ഇടയ്ക്ക് ഈ എല്ലാ മിക്കവാറുള്ള സമയം ആൽബുമിൻ ട്രേസ് ഔട്ട് ആവുന്നുണ്ട്, ഇടയ്ക്ക് കാണുന്നില്ല. ട്രേസ് അല്ലെങ്കിൽ നിൽ എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ട് കണക്കാക്കാം. നമുക്ക് ഷുഗർ ഉള്ള ആളാണോ? അല്ല, ഷുഗർ ഒന്നുമില്ല. ഷുഗർ ഇല്ലെങ്കിൽ നമുക്കത് വലിയ പ്രോബ്ലം അല്ല. നമ്മള് അത് ഇൻഫെക്ഷൻ ഉള്ള സമയത്താണ്, അല്ലാത്ത സമയത്ത് കുഴപ്പമില്ല. അതാ മറ്റേ ആ ഇൻഫെക്ഷന്റെ ആ പസ് സെൽസ് വരുമ്പോൾ അതിൽ നിന്നുള്ള പ്രോട്ടീനാണ് ആ ട്രേസ് ആയിട്ട് കാണിക്കുന്നത്. അത് നമ്മള് അത്ര സീരിയസ് ഒരു പ്രശ്നമായിട്ട് കരുതേണ്ട കാര്യമില്ല, അത് വെറുതെ വിട്ടാൽ മതി. അത് നമ്മൾ 6 മാസം ചെയ്യുമ്പോൾ RFT ചെയ്യണോ അതോ ക്രിയാറ്റിൻ മാത്രം ചെയ്താൽ മതിയോ? ക്രിയാറ്റിൻ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ശരി, ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഡോക്ടർ, നമുക്ക് മറ്റൊരു കോൾ കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഞാൻ സൗഫിയ, കൊല്ലത്തിന് വിളിക്കാന്നേ. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഡോക്ടർ, എന്റെ ഉമ്മാക്ക് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. ഇപ്പം കുറച്ച് നാളായിട്ട് നടുവിന്റെ 2 സൈഡിലും ഭയങ്കരമായിട്ട് കഴപ്പും വേദനയും. അങ്ങനെ ഇപ്പൊ കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് പറയുന്നു. അപ്പോഴേക്ക് ഈ ഹോമിയോ കഴിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് കുറയോ ഡോക്ടർ? എത്ര വലിപ്പമുള്ള സ്റ്റോൺ ആണ് എന്നറിയാമോ? 3 സംതിങ് 2 സൈഡിലും ഉണ്ട്. അതേ ഉള്ളൂ. നമുക്ക് സാധാരണ ഈ കിഡ്നി സ്റ്റോൺ കാരണം വേദന വരണമെങ്കിൽ ആ കിഡ്നി സ്റ്റോൺ കിഡ്നിയിൽ നിന്ന് മാറി മൂത്രം പോകുന്ന കുഴലിൽ വന്ന് ആ മൂത്രം പോകുന്ന കുഴല് ബ്ലോക്ക് ആവണം. നമ്മുടെ മൂത്രം പോകുന്ന കുഴലെല്ലാം 4 മില്ലിമീറ്റർ വ്യാസമുള്ളതാണ്. അപ്പം 3 മില്ലിമീറ്റർ ഉള്ള സ്റ്റോണ് നമുക്ക് അത് ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഉമ്മയുടെ നടുവേദന അത് ഈ സ്റ്റോൺ കൊണ്ടായിരിക്കാനുള്ള സാധ്യത തീർത്ത് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വേറെ എന്തെങ്കിലും കാരണമായിരിക്കാനാണ് ചാൻസ്. നമ്മുടെ ഈ മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് 2 സൈഡിലും കഴപ്പുണ്ടെന്ന് പറഞ്ഞു, പിടുത്തം. നമുക്ക് യൂട്രസ് താഴോട്ട് ഇറങ്ങി വരുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും വല്ലതും ഉണ്ടോ ഉമ്മയ്ക്ക്? ഇല്ല, സ്കാൻ ചെയ്തപ്പോ യൂട്രസിനകത്ത് ഒരു ചെറിയൊരു മുഴ കണക്കുണ്ടെന്ന് പറഞ്ഞു. ഉമ്മയ്ക്ക് എന്ത് പ്രായമുണ്ട്? ഉമ്മയ്ക്ക് ഒരു 52 വയസ്സ്. 52 വയസ്സ്, ഓക്കെ. അപ്പൊ നമ്മൾ ആ മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് നമുക്കുള്ള കഴപ്പ് അതൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് അവിടെയുള്ള എന്തെങ്കിലും അണുബാധിത ഭാഗമാണോ എന്ന് ടെസ്റ്റ് ചെയ്യിക്കണം. ഈ നമ്മൾ കിഡ്നി സ്റ്റോണിന് വേണ്ടി സ്കാൻ ചെയ്തപ്പോഴേക്ക് ഇത് കാണിച്ചായിരുന്നു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞ ഇത് തനിയെ അങ്ങ് പോവും. അതാ പറഞ്ഞു. അതാ ഈ 3 മില്ലിമീറ്റർ എന്നതുകൊണ്ട് തനിയെ പോകുന്നാണ് പറഞ്ഞത്. ഏത് ആ യൂട്രസിലുള്ള മുഴയല്ലേ? അത് സാധാരണഗതിയിൽ നമുക്ക് പീരീഡ്സ് നിന്ന് കഴിയുമ്പോൾ ഹോർമോൺസിന്റെ അളവ് കുറയുമ്പോൾ ചെറുതായി അങ്ങ് പോകും.
അതിന് വലിയ ഡോക്ടർ ഈ ഉപ്പൂറ്റി വേദന വരുന്നത് ഈ കിഡ്നിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? ഇല്ല. നമുക്ക് കുറച്ച് വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ ഉപ്പൂറ്റിക്ക് വേദന വരാറുണ്ട്. പിന്നെ നമ്മുടെ കാലിന്റെ തൊലിയുടെ അടിയിൽ വേറെ കട്ടിയുള്ള ഒരു തൊലി പോലൊരു സാധനമുണ്ട്, പ്ലാന്റാർ ഫേഷ്യ. ആ സാധനത്തിന് നീർക്കെട്ട് വരുമ്പോൾ ഉപ്പൂറ്റിയുടെ അവിടെ വേദന വരാറുണ്ട്. അത് ചെറിയ ഫിസിയോതെറാപ്പിയിലൂടെ മാറ്റാവുന്നതേ ഉള്ളൂ. അതിന് വൃക്കരോഗവുമായിട്ട് ബന്ധമില്ല. നമുക്ക് ഈ സ്റ്റോണിന് ഈ ഹോമിയോ കഴിക്കുന്നോണ്ട് വല്ല കുഴപ്പവും? ഹോമിയോ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഗുണം ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മള് പക്ഷേ ഈ സ്റ്റോണ് നമുക്കൊരു 1 വർഷം കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി അത് വലുതാവുന്നുണ്ടോ എന്ന് നോക്കണം. പക്ഷെ ആ വേദന ആ സ്റ്റോണിന്റെ ആണെന്ന് തോന്നുന്നില്ല. അത് ചിലപ്പോൾ നട്ടലിന്റെ തേയ്മാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാനാണ് സാധ്യത. ശരി, ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ ഡോക്ടർ, നമുക്ക് അടുത്തൊരു കോള് കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എനിക്ക് ഇടത്തെ കാലിലും മുട്ടിന്റെ താഴെയും മുട്ടിന്റെ അടിയിലും ഈ ഏണിന് ഭയങ്കര വേദന. റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ? ഹലോ. അപ്പൊ കാലിന് മൊത്തം വേദനയും പിന്നെ മടക്കി ഇരിക്കാനൊന്നും പറ്റുന്നില്ല. ബാത്റൂമിലൊക്കെ പോയി ഇരുന്ന് പോവാനൊക്കെ ഭയങ്കര വേദനയുണ്ട്. പിന്നെ കുനിഞ്ഞിട്ട് നമുക്കൊന്നും നൂരാൻ പറ്റുന്നില്ല. ഇടത്തെ സൈഡ് നട്ടലിനൊന്നും ഒരു വേദനയില്ല, ഒരു ഇടത്തെ സൈഡ് മൊത്തം വേദന. എന്ത് പ്രായമുണ്ട് ഇപ്പൊ? 53 വയസ്സുണ്ട്. 53 വയസ്സുണ്ട്. വണ്ണമുള്ള ആളാണോ? കുറച്ച് അത്ര വണ്ണമില്ല, ഒരുപാട് വണ്ണമൊന്നുമില്ല. 65-70 കിലോക്കകത്ത്. ഇരുന്നിട്ട് എണീക്കാൻ പ്രയാസമാണോ? സ്റ്റൂളിൽ ഇരുന്നിട്ട് എണീക്കാൻ ബാത്റൂമിൽ പോയി നമ്മള് കുത്തിയിരിക്കാനൊന്നും പറ്റില്ല. പ്രയാസമില്ല. ലക്ഷണങ്ങൾ കേട്ടിട്ട് തേയ്മാനത്തിന്റെ ലക്ഷണങ്ങൾ പോലെയാണ് കാണുന്നത്. നട്ടലിന്റെയും മുട്ടുകാലിന്റെയും തേയ്മാനം ഉള്ളതുപോലെയുള്ള ലക്ഷണങ്ങളാണ് ചേച്ചി പറയുന്നത്. അപ്പം ആ ഒരു ലക്ഷണങ്ങൾ അത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാനായിട്ട് ഒരു ഓർത്തോയിലെ ഡോക്ടറെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. എല്ലുരോഗ വിദഗ്ധനെ കണ്ട് ഈ വേദനയുടെ കാരണം തേയ്മാനമാണോ എന്ന് ഉറപ്പിക്കണം. അതല്ല വേറെ ഏതാ? നട്ടലിനകത്ത് വേദനയില്ല, ഏണിന് ഈ സൈഡ് ഈ തൊടയുടെ നമ്മുടെ ഈ ഏണില്ല ഇടുപ്പ് അവിടെയും ഈ ഇടത്തെ കാലിങ്ങനെ മൊത്തത്തിൽ. അപ്പൊ ഈ കേട്ടതിൽ വെച്ചിട്ട് നമുക്ക് തോന്നുന്നത് ഈ സാധാരണ ഇത് തേയ്മാനം വരുന്ന സ്ഥലങ്ങളാണ് ചേച്ചി പറയുന്നത്. പക്ഷെ അത് തന്നെയാണോ എന്ന് പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളെ വിരലിന് മരവിപ്പാ, ഒന്നും ഒരു ഇതുമില്ല, ചത്ത വിരല് കണക്കിരിക്കുന്നു. ഏതാ? കാലിന്റെ വിരലുകൾക്കാണോ? കാലിന്റെ നടുക്ക് വിരലില്ലോ. ഇത് കുനിഞ്ഞിട്ട് നൂരാൻ. നട്ടലിന് എനിക്ക് വേദന ഒന്നുമില്ല, ഏണിനാ കൂടുതൽ. ഒരൊറ്റ സൈഡ് ഇടത്തെ സൈഡ് മൊത്തത്തിൽ. ചേച്ചിക്ക് ഷുഗറോ വല്ലതും ഉണ്ടോ? ഇതുവരെ നോക്കിയില്ല, അന്നൊക്കെ നോക്കിയപ്പോ ഷുഗറൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഇല്ല. നമുക്ക് ഒരു കാലിനെ വേദനയുള്ളൂ? ഒരു സൈഡ് മൊത്തത്തിൽ. ഒരു ഏണിന്, ഒരു ഇടത്തെ സൈഡിലെ ഏണിനും കാലിനുമാണ് വേദന അല്ലേ? കാലിന് വെച്ചാൽ മുട്ട് ഇടയ്ക്കിടയ്ക്ക് ഉടക്കുന്നതല്ലേ, അല്ല മുട്ടിന്റെ ഈ സൈഡ് അടിഭാഗം അങ്ങനെ നിന്ന് പോകട്ടുന്നത്. ശരി. അപ്പൊ അതെ ചേച്ചി, അത് ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഓർത്തോയിലെ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് ഇതെന്താണ് കാരണം എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ പ്രായത്തിൽ വരാവുന്ന അസുഖങ്ങൾ ഒന്ന് മറ്റേ ആ ഡിസ്കിന്റെ പ്രശ്നങ്ങൾ വരാം. ഡിസ്കിന്റെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു കാല് മൊത്തത്തിൽ വേദനയായിട്ട് വരാം. പിന്നെ അവിടെയുള്ള ഈ പറഞ്ഞ പോലെ സന്ധികൾക്ക് തേയ്മാനം ഉണ്ടെങ്കിലും ഒരു കാലിന് മൊത്തത്തിൽ വേദനയായിട്ട് വരാം. അപ്പൊ ഇതിൽ ഏതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് കാണിച്ചായിരുന്നു. അപ്പം നരമ്പിന് വേദനയാന്ന് പറഞ്ഞിട്ട് നമ്മള് അവിടെ ഒരു ഡോക്ടറെ കാണിച്ചു. അപ്പൊ അദ്ദേഹം തന്ന ഗുളിക കഴിക്കുമായിരുന്നു. ഒരിച്ചിരി കുറവ് പോലെ തോന്നി. പിന്നെ അതുപോലെ നമ്മളെ മെഡിക്കൽ കോളേജിൽ ഇവിടെ ക്ലിനിക്കിൽ വന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ അവര് എല്ലാം എഴുതി തന്നു. പാപ്പിനും യൂറിക് ആസിഡ്, വേറെ കൊളസ്ട്രോള്, വേറെന്താണ്ടൊക്കെയോ എഴുതിയായിരുന്നു. അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ആദ്യം കാണിച്ച ഡോക്ടർ അത് കണ്ടിട്ട് അത് അത്ര കുറവില്ലെങ്കിൽ ഒന്നുകൂടെ ആ ഡോക്ടറെ കണ്ടിട്ട് കുറവില്ല എന്നുള്ള കാര്യം അറിയിച്ച് നമുക്ക് കൂടുതൽ വിശദമായിട്ട് പരിശോധിച്ച് നോക്കണം. ചേച്ചി, ഞരമ്പിന്റെ ഡോക്ടർ അത് തന്നെ.
കേട്ടിടത്തോളം ഞരമ്പിന്റെ പ്രശ്നമായിരിക്കാനാണ് സാധ്യത. നട്ടെല്ലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഞരമ്പുകളിൽ ആ ഡിസ്ക് തള്ളി നിൽക്കുന്നത് കാരണം ക്ഷതം സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ശരി, ഓക്കെ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഡയാലിസിസിൽ നിർത്തിയതായിരുന്നു, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, വൃക്കകളുടെ പ്രവർത്തനം നിലച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് തടയാൻ ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഡയാലിസിസ്. വൃക്ക ചെയ്യേണ്ട വൃക്ക ചെയ്യേണ്ട ജോലികൾ ഒരു മെഷീന്റെ സഹായത്തോടെ നടത്തുക എന്നാണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രക്തം നമ്മൾ ഒരു കാനുല, ഒരു കത്തീറ്റർ വഴി പുറത്തേക്ക് എടുത്ത് അത് ഡയാലിസിസ് മെഷീൻ വഴി കടത്തിവിട്ട് ശുദ്ധീകരിച്ച് തിരിച്ച് അയാൾക്ക് കൊടുക്കുകയാണ് ഈ ഡയാലിസിസ് എന്ന് വെച്ചാൽ. അതിന് ആ ഒരു രീതിയെ നമ്മൾ ഹീമോഡയാലിസിസ് എന്ന് പറയും. വേറൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയറിനകത്ത് ഡയാലിസിസിന് വേണ്ടി വരുന്ന മരുന്നുകൾ കടത്തിവിട്ട് അത് കുറച്ച് സമയം വയറിനകത്ത് കിടത്തി, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ മരുന്നിലോട്ട് നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ വരും. അപ്പൊ അത് മാറ്റി അതിനെയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേകം ഒരു മെഷീന്റെ ആവശ്യമില്ല, വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഹീമോഡയാലിസിസ് സാധാരണ നമ്മൾ ആശുപത്രികളിൽ പോയി ചെയ്യുന്നതാണ്. വീട്ടിലും നമുക്ക് മെഷീൻ മേടിച്ച് വെച്ച് ചെയ്യാൻ പറ്റും. ഈ രണ്ട് രീതിയിലുള്ള ഡയാലിസിസുകളാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഡയാലിസിസ് നമുക്ക് ചില ആൾക്കാർക്ക് സ്ഥിരമായിട്ട് വേണ്ടി വരും. അതായത് വൃക്കകളുടെ പ്രവർത്തനം സ്ഥിരമായി നിലച്ച ആൾക്കാരിൽ നമ്മൾ സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് താൽക്കാലികമായിട്ടുള്ള വൃക്കരോഗമാണെങ്കിൽ, എലിപ്പനി, പാമ്പ് കടി, എന്തെങ്കിലും അണുബാധകൾ കൊണ്ടുള്ള അസുഖങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ആ ഒരു വൃക്കയുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നത് വരെ മാത്രം ഡയാലിസിസ് ചെയ്താൽ മതി. ഓക്കെ ഡോക്ടർ, നമുക്ക് മറ്റൊരു കോള് കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ. എനിക്ക് ഷുഗർ ഉണ്ട്. ഷുഗർ 180, 250 വരുന്നുണ്ട്. ചെറുതായിട്ട് അത് പിന്നെ ഓപ്പറേഷൻ ചെയ്ത് ഇപ്പൊ നടക്കത്തില്ല. അന്നേരം ജോയിന്റ് വിട്ടുപോയെന്നാ ഡോക്ടർ പറയുന്നത്. ഒരു ഡോക്ടർ പറഞ്ഞത് എല്ല് പൊടിയുന്നെന്ന്. ഓക്കെ. പക്ഷെ SCT ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേഷൻ പിടിക്കത്തില്ല. അതുകൊണ്ട് കാലിന്റെ അളവെടുത്ത് ഷൂവും മറ്റേ ചെരുപ്പ് ഉണ്ടായിരുന്നു അവിടുന്ന്, അത് മേടിച്ചോണ്ടൊന്നും അത് ഇടാൻ പറ്റിയിട്ടില്ല. കാലിന്റെ ഒരു മുറിവ് വന്നിട്ട് അത് മാറുന്നതുമില്ല. എനിക്കാണെങ്കിൽ നെഞ്ചിന് എരിച്ചിലുണ്ട്, നരമ്പ് പിടയ്ക്കുന്നുണ്ട്. അത് ആ കോളിഗ്രോഫില് നരമ്പിന്റെ ഡോക്ടർ ഉണ്ടോ ഡോക്ടറെ? ഉണ്ട്. ഞരമ്പിന്റെ ഡോക്ടറുണ്ട്. ഡോക്ടർ ശേഷ് എന്ന് പറയുന്ന ഡോക്ടറുണ്ട്. ചേച്ചി പറയുന്ന അസുഖലക്ഷണങ്ങൾ നമുക്ക് കാലിലേക്കുള്ള രക്തയോട്ടക്കുറവും ഞരമ്പിന്റെ പ്രവർത്തനക്കുറവും കൊണ്ടുള്ള അസുഖങ്ങളാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് കാലിന്റെ പാദത്തിലുള്ള അസ്ഥികൾക്ക് ബലം കുറയുകയും അത് പൊടിയുകയും ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതാ ഞരമ്പുകളുടെ തകരാറും രക്തയോട്ടക്കുറവും കൊണ്ടുവരുന്ന ഒരു വ്യത്യാസമാണ് ചേച്ചി ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഇല്ല ചേച്ചി, നമുക്കത് പഴയ പോലെ ആക്കിയെടുക്കാൻ പറ്റത്തില്ല. നമുക്കത് ഫർദർ കൂടുതൽ മോശമാവാതിരിക്കാനായിട്ട് അതിന് സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള ആ ചെരുപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റ് മുറിവുകൾ പറ്റാതെ നോക്കണം. അപ്പൊ നമ്മുടെ എല്ലാ പാദത്തിന്റെ സൈഡിന് ഒരു ചെറിയ കിടുക്കം പോലെ 6 മാസമായി ഇതുവരെ ഉണങ്ങിയില്ല. സ്പർശനശേഷി കുറവായതുകൊണ്ട് നമുക്ക് ചെറിയ മുറിവുകൾ പറ്റിയാൽ നമ്മൾ അറിയണം എന്നില്ല. ചിലപ്പോൾ അത് പഴുത്ത് കഴിയുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് കാലിന്റെ അടിവശം നമ്മൾ ആരെങ്കിലും കൊണ്ട് നോക്കിക്കണം. എന്തെങ്കിലും മുറിവ് വല്ലതും ഉണ്ടോ, എന്തെങ്കിലും തറച്ചിരിപ്പുണ്ടോ, എന്തെങ്കിലും അഴുക്ക് വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കി അതെല്ലാം ക്ലീൻ ചെയ്തിട്ടേ കിടക്കാവുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഞാൻ തനിയെ ചെയ്യുന്നുണ്ട് ഡോക്ടർ, വേറെ ആരും നോക്കാനൊന്നുമില്ല. അപ്പൊ അങ്ങനെ അതൊക്കെ ചെയ്യുന്നത് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും. പക്ഷെ ഓൾറെഡി ഈ ജോയിന്റ് വിട്ടുപോയതും അതുപോലെ എല്ല് പൊടിഞ്ഞു പോയതും നമുക്ക് നേരെയാക്കാൻ പ്രയാസമാണ്. പക്ഷെ അതുകൊണ്ട് വേറെ കൂടുതൽ കുഴപ്പങ്ങൾ വരാതിരിക്കാൻ നമുക്ക് സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള നമ്മുടെ അളവിനനുസരിച്ചുള്ള ചെരുപ്പുണ്ടാക്കി ധരിക്കുന്നത് നല്ലതായിരിക്കും. അതാണ് ഇവിടെ ഇരിക്കുന്നത്. അത് 5500 രൂപ കൊടുത്ത് മേടിച്ചു. ശരി ചേച്ചി. ഓക്കെ, അത് കാല് മുറിവ് കരിഞ്ഞു കഴിയുമ്പോ അത് ഇടണം കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഡോക്ടർ, നമുക്ക് മറ്റൊരു കോള് കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
ഹലോ. ഹലോ. ആ, ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടർ, എന്റെ അമ്മയുടെ ഇതാണ്. അപ്പൊ അമ്മയുടെ 65 വയസ്സുണ്ട്. അമ്മയുടെ കാലില് ഈ നീര് വന്നായിരുന്നു. കുറച്ചു വർഷങ്ങളോളം ഉണ്ടായിരുന്നു. അപ്പൊ അത് വെരിക്കോസാന്നും പറഞ്ഞൊക്കെയാ വെച്ചോണ്ടിരുന്നു. അമ്മ ഇങ്ങനെ പലയിടത്തും കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു മാസത്തിന് മുന്നേ അത് നേരെ കാലിന്റെ മടക്കിലായി ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. നമ്മളൊരു ആയുർവേദത്തിൽ കൊണ്ട് കാണിച്ച് അപ്പം അവര് ഈ നീര് വലിഞ്ഞു പോകാനുള്ള എന്നൊക്കെ പറഞ്ഞുള്ള ഗുളികയൊക്കെ തന്നു. അവസാനം അത് ഈ കാലിന്റെ മടക്കിൽ വന്നിട്ട് കണ്ണിലങ്ങ് പഴുത്ത് പൊട്ടുകയുണ്ടായി. അങ്ങനെ പിന്നെ അത് ഇവിടേക്ക് വഷളാവുമ്പോ ഞാൻ ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുപോയായിരുന്നു. ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുപോയപ്പോ അത് കീറി. അപ്പൊ കീറി പഴുപ്പൊക്കെ എടുത്ത് കളഞ്ഞ. പക്ഷെ അതിപ്പോ ഉണങ്ങി. എന്നാലും ആ നീര് ഇപ്പോഴും കുറച്ച് നിൽക്കുകയാണ്. പിന്നെ നെഞ്ചിന് ഒരു എരിച്ചില് കൂടെ എരിച്ചില് വരാറുണ്ടെന്ന് പറഞ്ഞു. ആഹാരം കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, തൊണ്ടയിൽ ഏതാണ്ട് ഇരിക്കുന്നത് പോലെ അമ്മ പറയുന്നു. അപ്പൊ അത് എന്തിന്റെ, ഞാൻ കിഡ്നി ഇതിന്റെ ആണെന്നും പറഞ്ഞ അതിന്റെ ടെസ്റ്റുകളൊക്കെ നടത്തി. അപ്പൊ അതിനകത്ത് വലുതായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പൊ അടുത്ത മാസം 7-ാം തീയതി വീണ്ടും ചെല്ലണമെന്ന് പറഞ്ഞു എന്റെ റിസൾട്ടൊക്കെ ആയിട്ട്. അപ്പൊ അത് ഇതിന്റെ ആണോ? നമുക്ക് നീര് വരുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് കിഡ്നിയുടെ അസുഖത്തിൽ നീര് വരാറുണ്ട്. ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടെങ്കിൽ ശ്വാസം മുട്ടലും നീരും വരും. പിന്നെ കരൾ സംബന്ധമായ അസുഖം ഉണ്ടെങ്കിൽ നീര് വരും. തൈറോയിഡിന്റെ അസുഖം ഉണ്ടെങ്കിലും നീര് വരും. തൈറോയിഡ് ഉണ്ട്, അതിന്റെ ഗുളിക ഇത് കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഡോസ്, അത് കറക്റ്റ് ഡോസ് ആണെങ്കിൽ നീര് വരത്തില്ല. പക്ഷെ ഡോസ് കുറവാണെങ്കിൽ നീര് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരും. അപ്പൊ ഈ ആഹാരം കഴിക്കുമ്പോഴേ അമ്മ പറയുന്നത് ഇങ്ങനെ എന്തോ കട്ടിയായിട്ടിരിക്കുന്ന പറയുന്നത്, ആഹാരം ഇറങ്ങുന്നില്ലെന്ന് പറയുന്നത്. നമുക്ക് ഈ നെഞ്ചരിച്ചിലുള്ള ആൾക്കാർ, നെഞ്ചരിച്ചിൽ എന്ന് പറയുന്ന അവസ്ഥ വരുന്നത് നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം നമ്മുടെ ആമാശയത്തിൽ കിടക്കുന്ന ആഹാരത്തിന്റെ കുറച്ച് ഭാഗം അന്നനാളത്തിലോട്ട് കയറി വരുമ്പോഴാണ്. സാധാരണഗതിയിൽ അങ്ങനെ വരാതിരിക്കാൻ അവിടെ ഒരു വാൽവ് പോലെ ഒരു സാധനമുണ്ട്. അതിന്റെ വാൽവ് കറക്റ്റായിട്ട് പ്രവർത്തിക്കാത്തപ്പം ഈ ആഹാരം തിരിച്ച് നമ്മുടെ അന്നനാളത്തിലോട്ട് കയറി വരും. അന്നനാളത്തിൽ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചരിച്ചിൽ പോലെ അനുഭവപ്പെടും. ചില ആൾക്കാർക്ക് അത് തൊണ്ട വരെ എത്താറുണ്ട്, ആസിഡിന്റെ അളവ്. അപ്പൊ തൊണ്ടയിൽ ചെറിയ ചെറിയ പൊള്ളലുകൾ ഉണ്ടാവും, അവിടെ നീര് വെച്ചിരിക്കും. അപ്പൊ നമുക്ക് ആഹാരം ഇറക്കാനൊരു തടസ്സമുള്ള പോലെ തോന്നും. അത് ശരിക്കും ഒരു തടസ്സമായിരിക്കണം എന്നില്ല, ഈ അന്നനാളത്തിൽ വന്നിട്ടുള്ള ഈ നീർക്കെട്ടായിരിക്കാനാണ് സാധ്യത. അപ്പൊ ഈ അസിഡിറ്റി കുറയ്ക്കാനുള്ള എന്തെങ്കിലും മരുന്നുകൾ തുടർച്ചയായിട്ടൊരു 3-4 ആഴ്ച കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കുറഞ്ഞു കിട്ടും. പക്ഷെ അത് കൂടാതെ നമുക്ക് ഇത് ഇങ്ങനെ നമ്മുടെ അന്നനാളത്തിലോട്ട് ആഹാരങ്ങൾ കയറി വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കിടക്കരുത്. 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടേ കിടക്കാവുള്ളൂ. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുത്തിയിരിക്കാൻ പാടില്ല, കുനിയാൻ പാടില്ല. പിന്നെ നമ്മൾ കിടക്കുന്ന കട്ടിലിന്റെ ഈ തലഭാഗം ഒരു 2-3 കട്ട വെച്ചിട്ട് ഒരു 10-15 സെന്റിമീറ്റർ പൊക്കി വയ്ക്കണം. ഇത്തിരി ഒന്ന് ചരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിലുള്ള ആഹാരം അന്നനാളത്തിലോട്ട് വരുന്നത് കുറയും. ഇത് അമ്മ അങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ആരും പറഞ്ഞല്ലോ. പക്ഷെ അമ്മ പറയുന്നത് അങ്ങനെ കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്, ഉയർത്തിയാ 2-3 തലയണയൊക്കെ പറക്കി വെച്ച് ഉയർത്തിയാണ് അത് അമ്മ തന്നെ കണ്ടുപിടിച്ചു. ചാവടിനകത്ത് കിടക്കുന്നത് പോലെ അമ്മ തന്നെ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. പക്ഷെ അമ്മ എങ്ങനെയാ കിടക്കുന്നത്? അമ്മ പറയുന്നത് അങ്ങനെ കിടക്കുമ്പോഴാണ് എനിക്കൊരു ആശ്വാസം കിട്ടുന്നത്. അപ്പൊ അമ്മയോട് ഒരു കാര്യം കൂടെ പറയണം. ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് കഴിക്കരുത്. നമ്മൾ വയറ് പകുതി വരെ കഴിക്കാവുള്ളൂ. പകുതി നിറയുന്നവരെ പല തവണയായിട്ട് കുറേശ്ശെ ആഹാരം കഴിക്കുന്നത് നമുക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും. കുറച്ച് വണ്ണമുള്ള ആളാണ്. ഇച്ചിരി നേരത്തെ വണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇച്ചിരി ഇതൊക്കെ വന്നതിന് ശേഷം കുറഞ്ഞു. അമിത വണ്ണമുള്ളവർക്കും ഇത് കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് വണ്ണമുള്ള ആളാണെങ്കിൽ വണ്ണം കുറയ്ക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വരാതിരിക്കും. ആഹാരം വലുതായിട്ട് എടുക്കുന്നില്ല അമ്മ. അപ്പൊ ഇത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അപ്പൊ ഇതിനകത്ത് ചില ഐറ്റങ്ങൾ കഴിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി തന്നിട്ടുണ്ട്. എന്നാലും അമ്മ ഇപ്പം ആഹാരം വലുതായിട്ട് എടുക്കത്തില്ല. മറ്റു പരിശോധനകളൊക്കെ ചെയ്തു നോക്കിയോ? ഈ കരളിന്റെ അസുഖത്തിന്റെ പരിശോധനകള്, കിഡ്നിയുടെ അസുഖത്തിന്റെ പരിശോധനകൾ? ഇതിന്റെയൊക്കെ കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്തി. ഇപ്പൊ കാണിക്കാൻ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഗുളികയൊക്കെ എഴുതി തന്നായിരുന്നു. അപ്പൊ അത് കഴിച്ചിട്ട് ഈ അടുത്ത മാസം ചെല്ലാൻ പറഞ്ഞു. ശരി, ഓക്കെ, ശരി. അപ്പൊ ഈ നെഞ്ചരിച്ചിലിന് വേണ്ടി ഈ പറഞ്ഞ രീതിയിലുള്ള ജീവിത രീതികൾ നോക്കുക. പിന്നെ അസിഡിറ്റി കുറയ്ക്കുന്ന മരുന്നുകൾ ഒരു 3-4 ആഴ്ച അടുപ്പിച്ച് കഴിക്കുക. അതെ, ഓക്കെ, ശരി. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഡോക്ടർ, നമുക്ക് മറ്റൊരു കോള് കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ.
സംസാരിച്ചോളൂ. നമസ്കാരം. നമസ്കാരം, സംസാരിച്ചോളൂ, കേൾക്കുന്നുണ്ട്. അനിയത്തിക്ക് വേണ്ടിയാണ് കേട്ടോ സാറേ. പറഞ്ഞോ. അനിയത്തിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നു, തൈറോയ്ഡ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. നല്ല വണ്ണമുള്ള കൊച്ചായിരുന്നു. എക്സർസൈസ് ഒക്കെ ചെയ്ത് മരുന്നൊക്കെ കഴിച്ചു. ഇപ്പൊ ഒരുപാട് അങ്ങ് ശരീരം മോശമായി. നമുക്ക് പേടിയാവുന്നു. ശരീരം ഇപ്പൊ മോശമായി, ഒരുപാട് മോശമായി. എത്ര കാലം കൊണ്ടാണ് വണ്ണം കുറച്ചത്? എക്സർസൈസ് ഒക്കെ ചെയ്ത് ആഹാരം നിയന്ത്രിച്ച് എല്ലാം ചെയ്ത് ഇപ്പൊ നോക്കിയപ്പോ ഷുഗർ കുറവ്, ഒരുപാട് കുറവ്. സാധാരണ നമുക്ക് വണ്ണമുള്ള ആൾക്കാരില് നമ്മള് വണ്ണം കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഷുഗർ നിയന്ത്രണത്തിലാവും, പ്രഷർ നിയന്ത്രണത്തിലാവും, മറ്റു പല അസുഖങ്ങളും അങ്ങ് കുറഞ്ഞു മാറും. കാല് തറ തൊടാൻ വയ്യ. അതെന്ത് പറ്റി? ഭയങ്കര വേദന. കാല് എവിടെ വേദന? കാലിന്റെ എവിടെ വേദന? കാലിന്റെ വെള്ള ഭയങ്കര വേദന. ആണോ? അവിടെ നീര് വല്ലതും ഉണ്ടോ? ഇല്ല ഇല്ല. നീരുണ്ട്. കാലിന്റെ പാദത്തില് നീരുണ്ട്. എത്ര വയസ്സുണ്ട് അനിയത്തിക്ക്? 36. 36 വയസ്സ്. ഷുഗർ തുടങ്ങിയിട്ട് എത്ര നാളായി? 1 വർഷമായി മരുന്ന് കഴിച്ചിട്ട്. 1 വർഷമായുള്ളൂ അല്ലേ? അപ്പൊ ഒരു കാലിനാണോ വേദന, 2 കാലിനും ഉണ്ടോ? 2 കാലിനും വേദനയുണ്ട്. തറ തൊടാൻ പറ്റത്തില്ലായിരുന്നു. ആണോ? എത്ര നാളായി ഈ വേദന തുടങ്ങിയിട്ട്? മരുന്ന് കഴിച്ചിട്ട് എക്സർസൈസ് ചെയ്തപ്പോ 1 വർഷത്തിൽ കൂടുതലാവും. അത് ആരെങ്കിലും കാണിച്ചോ? ഡോക്ടറെ കാണിച്ചു, നെടുമ്പാടത്ത് ആശുപത്രി കാണിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? അവര് ഇങ്ങനെ എക്സർസൈസ് ചെയ്യണം, ആഹാരം നിയന്ത്രിക്കണം. ഇപ്പൊ ഷുഗർ ഒരുപാട് കുറവെന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അത് കുഴപ്പമില്ല. നമ്മള് ഷുഗർ ഉള്ള ആൾക്കാരിൽ ഷുഗർ ഒത്തിരി കുറഞ്ഞു കഴിയുമ്പോ ചില കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്ന്, ശരീരം മോശമായിട്ടാ നമുക്ക് പേടി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം, നമ്മള് സാധാരണ ഇങ്ങനെ പെട്ടെന്ന് വെയിറ്റ് കുറയുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, നമ്മൾ വ്യായാമം ചെയ്തതുകൊണ്ട് വെയിറ്റ് കുറഞ്ഞതാണോ അതോ എന്തെങ്കിലും അസുഖം വന്നിട്ട് വെയിറ്റ് കുറഞ്ഞതാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ സാധാരണ അസുഖങ്ങൾ വരുന്നത് വെയിറ്റ് കുറയുന്നത് ഒന്ന് കിഡ്നിയുടെ അസുഖം, അല്ലെങ്കിൽ കരളിന്റെ അസുഖം, ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും അണുബാധകള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ മൂലം വെയിറ്റ് കുറയുന്നത്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കണം. ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന സാധനം രക്തത്തിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഹലോ ഹലോ ഓക്കെ. അപ്പോൾ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ചേച്ചി എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് കൂടെ തന്നെ കോള് കട്ടായെന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഡയാലിസിസിനെ കുറിച്ചായിരുന്നു. യെസ്. അപ്പം ഡയാലിസിസ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ടൈപ്പ് ഡയാലിസിസ് ഉണ്ട്. അതിൽ ഏത് ഡയാലിസിസ് ആണ് ഒരാൾക്ക് സൂട്ടബിൾ ആവുക എന്നുള്ളത് നമ്മൾ ആളെ കണ്ടതിന് ശേഷമാണ് തീരുമാനിക്കുക. ചില ആൾക്കാർക്ക് ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. വയറിൽ ഒത്തിരി ഓപ്പറേഷനൊക്കെ ചെയ്ത ആൾക്കാരിൽ ചിലപ്പോൾ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അല്ലാത്ത എല്ലാവർക്കും ആദ്യം തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് തുടങ്ങി എന്നിട്ട് ഹീമോഡയാലിസിസിലോട്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാൻ പറ്റാതാവുമ്പോൾ ഹീമോഡയാലിസിസിലോട്ട് മാറുന്ന രീതിയാണ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പിന്തുടരുന്നത്. നമ്മുടെ നാട്ടിൽ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെരിറ്റോണിയൽ ഡയാലിസിസിന് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടുതലാണ്. അത് കുറച്ച് കൂടുതൽ പൈസയാവും അത് ചെയ്യാൻ. ഒരു മാസം അത് ചെയ്തു വരുമ്പോൾ ഏതാണ്ട് 24,000 രൂപയോളം ഡയാലിസിസ് മാത്രമാവും. ഡയാലിസിസ് മാത്രം പോരല്ലോ, അതിന്റെ കൂടെ മരുന്നുകളും അതെല്ലാം വേണം. അപ്പൊ എല്ലാം കൂടെ ഒരു 30,000 രൂപയോളം ആവാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ പേഷ്യൻസിനോട് സംസാരിക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാരും അത്ര ഒരു നല്ല ഒരു അതിനോടുള്ള ഒരു താല്പര്യം അല്പം കുറവായിട്ട് കാണുന്നുണ്ട്. മറ്റ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആശുപത്രി വന്ന് ഡയാലിസിസ് ചെയ്ത് തിരിച്ചു പോവാം. നമുക്ക് ഒരു മാസം ഡയാലിസിസ് ചെയ്യുന്നതിന് ഏതാണ്ട് 10,000 രൂപയൊക്കെ ആവത്തുള്ളൂ. പ്ലസ് മരുന്നും കൂടെ കൂടി വരുമ്പോൾ ഒരു 16,000 രൂപ അല്ലെങ്കിൽ 17,000 രൂപ ആകും. പിന്നെ ഈ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ നമുക്ക് ആള് കൂടെ എപ്പോഴും വേണം, എല്ലാ ദിവസവും ചെയ്യുകയും വേണം. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ള കാരണം നമ്മുടെ നാട്ടിൽ പെരിറ്റോണിയൽ ഡയാലിസിസിന് അത്രയ്ക്കൊരു സ്വീകാര്യതയില്ല. പക്ഷെ പാശ്ചാത്യ നാടുകളിൽ കൂടുതലും പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരിൽ മാത്രമേ ഉള്ളൂ ഹീമോഡയാലിസിസ് ചെയ്യുന്നത്. ഡയാലിസിസ് നമുക്ക് പിന്നെ എത്ര കാലം ചെയ്യേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥിരം കിഡ്നിയുടെ അസുഖമുള്ള ആളാണെങ്കിൽ ജീവിതകാലം മൊത്തം ചെയ്യേണ്ടി വരും. പക്ഷെ ചില അസുഖങ്ങൾ മാറും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എലിപ്പനി, പാമ്പ് കടി, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കൊണ്ടുള്ള പ്രോബ്ലംസ്, അതൊക്കെ മാറുമ്പോൾ നമുക്ക് ഡയാലിസിസ് നിർത്താം. ഞാൻ നേരത്തെ ഡോക്ടറിനോട് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു കീമോതെറാപ്പി ചെയ്യുമ്പോൾ സൈഡ് എഫക്ട്സുകൾ ഉണ്ടാകും ഓഫ് കോഴ്സ് ആയിട്ട്. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഡയാലിസിസ് മൂലം എന്തെങ്കിലും സൈഡ് എഫക്ട്സുകൾ വരുമോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ട്.
ഉണ്ടാകുമോ അങ്ങനെ? ഡയാലിസിസിൽ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സൈഡ് എഫക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഡയാലിസിസ് എപ്പോഴും എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. ഏത് തരം പേഷ്യന്റ് ആണെങ്കിലും പ്രായമോ അല്ലെങ്കിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ എന്ത് അസുഖമാണെന്നുള്ള വ്യത്യാസമില്ലാത്ത രീതിയിൽ നമുക്ക് ഡയാലിസിസ് ആക്ച്വലി ഫലപ്രദമാണ്. ഈ കിഡ്നിയുടെ അസുഖത്തിന് ഏത് സാഹചര്യത്തിലും ഈ ഡയാലിസിസ് ഫലപ്രദമാണ്. പക്ഷേ മറ്റൊരു കോള് വെയിറ്റ് ചെയ്യുന്നു ഡോക്ടർ. ശരി. ഹലോ സാറേ. ഹലോ, പറഞ്ഞോളൂ സാറേ. നമസ്കാരം സാറേ. സാറേ, എന്റെ പെങ്ങളുടെ കാര്യം ചോദിക്കാനാണ് കേട്ടോ. പെങ്ങള് സൂയിസൈഡ് ചെയ്തായിരുന്നു. അപ്പം പെങ്ങളെ എപ്പോഴും മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചെന്ന് അപ്പൊ ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ടോ സാറേ? സൂയിസൈഡ് ശ്രമിച്ചു എന്നാണോ പറഞ്ഞത്? സൂയിസൈഡ് ആള് ഇപ്പം ഡെത്തായി പോയി, ഇപ്പൊ ഇല്ല. ആണോ? അത് വൃക്കരോഗം ഉണ്ടായിരുന്നോ ആൾക്ക്? അപ്പോഴ് വൃക്കരോഗം നേരത്തെ നമ്മൾ നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇയാള് സൂയിസൈഡ് ചെയ്തുകൊണ്ട് NSC കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് അപ്പൊ അവിടെ നമുക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ് മെഡിക്കലിൽ കൊണ്ടുപോയി. വിഷം കഴിച്ച ആത്മഹത്യക്ക് ശ്രമിച്ചോ? തൂങ്ങുമായിരുന്നു. ഓക്കെ. ഒരു 3 ദിവസം വെന്റിലേറ്ററിൽ കിടന്നായിരുന്നു. ശരി. അപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞ് BP കയറുന്നില്ല, നമുക്ക് ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞ് 6,000-7,000 രൂപയുടെ മരുന്നും കണ്ട് എടുത്തു കൊടുക്കും. ശരി. അപ്പൊ 4 ബാഗ് കണ്ട് ചെയ്തപ്പോഴത്തേക്ക് ഡോക്ടർ വന്ന് പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഇനി നമ്മള് സീരിയസ് ആണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് പറഞ്ഞ് മരിച്ചു. ശരി. അപ്പൊ ഇതിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഇതുപോലെ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് തൂങ്ങി മരണത്തില് താൽക്കാലികമായിട്ട് നമുക്ക് ശരീരത്തിലേക്ക് ഓക്സിജനും രക്തയോട്ടവും ഒക്കെ നിൽക്കും. അപ്പൊ നമുക്ക് ഹൃദയം കുറച്ച് സമയത്തേക്ക് നിന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അവയവങ്ങളിലോട്ടും രക്തയോട്ടം നിൽക്കും. അപ്പോൾ വൃക്കയുടെ പ്രവർത്തനം തകരാറിലാവും. പിന്നെ അതിനുശേഷം നമ്മളപ്പോൾ ഹൃദയം നിന്ന് പോകുമ്പോൾ അതിന് നമ്മൾ മരുന്നുകൾ കൊടുക്കുകയും പിന്നെ മറ്റേ ആ പുറത്തുനിന്ന് ഞെക്കി അതിന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിലാക്കും. എന്നാലും ചിലപ്പോൾ പ്രഷർ കൂടത്തില്ല, പ്രഷർ കുറഞ്ഞു തന്നെ നിൽക്കും. അപ്പൊ പ്രഷർ കുറഞ്ഞു നിൽക്കുമ്പോൾ കിഡ്നിയിലോട്ടുള്ള രക്തയോട്ടം കുറവായിരിക്കും. അപ്പൊ കിഡ്നിയുടെ പ്രവർത്തനം മോശമായിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഇത്തരം അവസ്ഥയിൽ പ്രഷർ കൂടാൻ വേണ്ടിയുള്ള മരുന്നുകൾ, പിന്നെ അണുബാധ ഉണ്ടെങ്കിൽ അതിനെതിരെയുള്ള ആന്റിബയോട്ടിക്കുകൾ, ആഹാരം ട്യൂബിലൂടെ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ബാക്കി വരുന്ന ആ മാലിന്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊന്നും ഈ വൃക്കകളുടെ തകരാറ് മൂലം പോകത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നപ്പോഴായിരിക്കണം അവർ ഡയാലിസിസ് ചെയ്യണം എന്ന് പറഞ്ഞത്. പക്ഷെ ഡയാലിസിസിന്റെ ഒരു മേജർ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ താഴുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി പ്രഷർ കുറവുള്ള ആൾക്കാരിൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ പ്രഷർ കൂടുതൽ താഴ്ന്നു പോവാനും ചിലപ്പോൾ ഈ ഹൃദയാഘാതം പോലെയുള്ള സങ്കീർണതകൾ ഉണ്ടാവാനുമുള്ള സാധ്യതയുണ്ട്. അതാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അപ്പോഴും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇയാള് ചെയ്തപ്പോഴത്തേക്ക് ബാക്ക് സൈഡിൽ വെയിൻ കട്ടായി പോയായിരുന്നു. ഏത് കഴുത്തിന്റെ പെടലിയുടെ ബാക്ക് സൈഡിൽ വെയിൻ കട്ടായി പോയ. അപ്പൊ ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ ഈ അറ്റാക്ക് വരാൻ ചാൻസ് കൂടുതലുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ മനസ്സിലായി. അത് നമുക്ക് ഇപ്പൊ ഈ പ്രഷർ കുറഞ്ഞു നിൽക്കുന്ന ആൾക്കാരില്, നമ്മൾ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന ആൾക്കാരിൽ നമുക്ക് ആ പ്രഷർ കുറയുമ്പോൾ എല്ലാ അവയവങ്ങളിലോട്ടും രക്തയോട്ടം കുറവാണ്. ഹൃദയത്തിലേക്ക് രക്തയോട്ടം കുറയുമ്പോൾ അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്, തീർച്ചയായും ഉണ്ട്. ശരി സാർ, താങ്ക്സ് സാർ. ഓക്കെ, ശരി. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഡോക്ടർ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഡയാലിസിസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചായിരുന്നു. ഡയാലിസിസിന് കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കോംപ്ലിക്കേഷൻസ് പ്രഷർ കുറയുക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം ആലോചിക്കണം, നമുക്കിപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന ഒന്നല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം. നമ്മൾ കിഡ്നി സാധാരണ പ്രവർത്തിക്കുന്നത് ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും. അപ്പൊ നമ്മൾ ഈ 3 ദിവസം കൂടുമ്പോൾ ഡയാലിസിസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ 3 ദിവസം കൊണ്ടുണ്ട് ദേഹത്ത് കൂടിയിട്ടുള്ള മാലിന്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു 4 മണിക്കൂർ സമയം കൊണ്ട് എടുത്ത് മാറ്റാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായും അത് ചിലപ്പോൾ ചില ആൾക്കാരുടെ ശരീരം താങ്ങത്തില്ല. അപ്പൊ അവരുടെയൊക്കെ പ്രഷർ താഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ താഴുമ്പോൾ ചില ആൾക്കാർക്ക് ഈ മസിൽ കോച്ചിലുണ്ടാവാം, ഛർദിലുണ്ടാവാം, ചില ആൾക്കാർക്ക് അബോധാവസ്ഥ വരെ ഉണ്ടാവാം. പക്ഷെ നമ്മളിപ്പോഴത്തെ ഈ മോഡേൺ ഡയാലിസിസ് മെഷീനിൽ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ മുൻകൂട്ടി അത് അറിയാനുള്ള, അങ്ങനെ വരാനുള്ള സാധ്യതകളൊക്കെ മുൻകൂട്ടി അറിയാനുള്ള സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ഡയാലിസിസ് അഡ്ജസ്റ്റ് ചെയ്ത് അധികം പ്രഷർ കുറയാത്ത രീതിയിലാണ് നമ്മൾ
ചെയ്യുക. അപ്പൊ ചിലപ്പോൾ നമ്മൾ കുറച്ച് സമയം കൂട്ടി ചെയ്യണം. 4 മണിക്കൂർ എന്നുള്ളത് കുറച്ച് സമയം കൂട്ടി ചെയ്യണം, അല്ലെങ്കിൽ ഇത്തിരി അതിന്റെ സ്പീഡ് കുറച്ച് ചെയ്യണം. അപ്പൊ ആ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വളരെ വളരെ കുറവാണ് കാണുന്നത്. പിന്നെ വേറൊരു കോംപ്ലിക്കേഷൻ കാണുന്നത് അലർജി. നമ്മൾ ഡയാലിസിസിന് ഉപയോഗിക്കുന്ന ആ മെറ്റീരിയൽസിനോട് ചില ആൾക്കാർക്ക് അലർജി വരാം. അപ്പൊ അതിനെ നമ്മൾ ഡയലൈസർ റിയാക്ഷൻ എന്ന് പറയും. അപ്പൊ ഡയാലിസിസ് തുടങ്ങി ഒരു 5-10 മിനിറ്റിനകത്ത് ഭയങ്കരമായ വിറയലും കിടുങ്ങലും ഒരു ടെമ്പറേച്ചർ പോലെയും ശ്വാസം മുട്ടലും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. അതും പക്ഷെ വളരെ എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നുള്ളൂ. ഉടനെ ഡയാലിസിസ് നിർത്തി എന്നിട്ട് നമ്മൾ അതിന്റെ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് ഓൾ റൈറ്റ് ആവും. യൂഷ്വലി അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരിലാണ് അത് അങ്ങനെ വരുന്നത്. അത് അടുത്ത തവണ തൊട്ട് പിന്നെ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. പിന്നെ വേറെ അപൂർവമായിട്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല. ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് എല്ലാം ഇപ്പോൾ പക്ഷെ വളരെ 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 കുറവാണ് കാണുന്നത്. കാരണം എഫക്റ്റീവ് ആയിട്ടുള്ള മോണിറ്ററിംഗ് സിസ്റ്റംസും അതുപോലെ നല്ല മെഷീൻസും ആയതുകൊണ്ട് കോംപ്ലിക്കേഷൻസ് കുറവാണ്. അതുപോലെ ഇപ്പോൾ ഒരു വൃക്ക പൂർണ്ണമായിട്ടും തകരാറിലാവുകയാണെങ്കിൽ ഡയാലിസിസ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാവും? നമുക്ക് 2 വൃക്കകളും തകരാറിലാണെങ്കിൽ ഡയാലിസിസ് ഇല്ലാതെ ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. ഒരു വൃക്ക മാത്രമാണ് തകരാറിലാവുന്നതെങ്കിൽ നമുക്ക് മറ്റേ വൃക്ക നന്നായിട്ട് പ്രവർത്തിക്കുന്നിടത്തോളം കാലം നമുക്ക് ഡയാലിസിസ് വേണ്ടി വരത്തില്ല. നമ്മൾ ഈ കിഡ്നി മാറ്റിവെക്കുന്ന ചികിത്സയിൽ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. 2 വൃക്കയും തകരാറിലായ ഒരാൾക്ക് അയാളുടെ ഒരു വൃക്ക കൊടുക്കുന്നു. ഒരു വൃക്ക കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ 2 വൃക്കയുടെയും പ്രവർത്തനം ഈ ഒരു വൃക്ക ഒറ്റയ്ക്ക് ചെയ്യും. മറ്റേ ആ ബാക്കി വൃക്ക ഇരിക്കുന്ന ആ ഡോണർക്ക് അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും ആ വൃക്ക ഒറ്റയ്ക്ക് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു വൃക്ക മാത്രമേ ഉള്ളെങ്കിൽ സാധാരണഗതിയിൽ ഒരു അസുഖ ലക്ഷണവും കാണത്തില്ല, ഡയാലിസിസ് ആവശ്യമായിട്ടും വരത്തില്ല. അതുപോലെ ഇപ്പോൾ നേരത്തെ വിളിച്ചൊരു ശ്രോതാവ് പറഞ്ഞു എനിക്ക് 34 വയസ്സിൽ തന്നെ നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു പ്രായം ഘടകമാണോ ഈ ഒരു ചികിത്സയ്ക്ക്? ഇല്ല, പ്രായം നമുക്ക് ഇപ്പൊ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഡയാലിസിസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് ഇപ്പൊ വളരെ പ്രായമേറിയ ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പൊ ഒരു 90 വയസ്സുള്ള ഒരു അപ്പാപ്പൻ അല്ലെങ്കിൽ അമ്മമ്മ വരുന്നു, അവര് ഓൾറെഡി ബെഡ്രിഡൻ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്. അവർക്ക് ഡയാലിസിസ് ചെയ്താൽ നമുക്ക് ഏത് തരത്തിലുള്ള ജീവിതമാണ് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ആലോചിക്കാറുണ്ട്. ഈ കട്ടിലിൽ തന്നെ കിടന്നുകൊണ്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ജീവിതമല്ലല്ലോ, ചുമ്മാ വെറുതെ ജീവൻ കിടക്കുന്നു എന്നുള്ളതല്ലാതെ ജീവിതമില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മള് പേഷ്യന്റിന് നമ്മൾ അല്ലെങ്കിൽ അവരുടെ ബേസിക്കലി അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. അവരെ നമ്മൾ മാക്സിമം ഡിസ്കറേജ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമുക്ക് ഒരു പാലിയേറ്റീവ് കെയർ, ഡയാലിസിസ് ഇല്ലാതെ പാലിയേറ്റീവ് കെയർ, അവരുടെ ഒരു ജീവിത അവസാനം വരെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരാതെ ജീവിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ സാധാരണഗതിയിൽ ഡയാലിസിസ് നമ്മൾ അതുപോലെ പ്രായമുള്ള ആൾക്കാരിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാറില്ലെന്നല്ല, ചെയ്യാറുണ്ട്, തീർച്ചയായും ചെയ്യാറുണ്ട്. പക്ഷേ അത് പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡേഴ്സ് നിർബന്ധിച്ചാൽ മാത്രം. പക്ഷെ ചെറുപ്പം എന്ന് വെച്ചാൽ ഈവൻ ഇപ്പൊ 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മുതൽ ഈ പറഞ്ഞ പോലെ 80-85 വയസ്സുള്ള ആൾക്കാർക്ക് വരെ വരുന്ന വൃക്കരോഗങ്ങൾക്ക് എല്ലാവർക്കും ഡയാലിസിസ് ചെയ്യുന്നത് ആക്ച്വലി പ്രയോജനകരമാണ്. നമുക്ക് കുറച്ചു കാലം ജീവിച്ചിരിക്കാൻ പറ്റും. ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു കിട്ടുന്ന സമയത്ത് നമുക്ക് വേറൊരു വൃക്ക വെച്ചാൽ നമുക്ക് ഈ ഡയാലിസിസ് നിർത്തുകയും ചെയ്യാം. അപ്പോ വേറൊരു വൃക്ക മാറ്റി വെക്കുന്നത് തന്നെയാണോ അതോ ഡയാലിസിസ് ആണോ പ്രയോജനകരം? ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് 2 വൃക്കകളും സ്ഥിരമായിട്ട് തകരാറിലായ ആൾക്കാരിൽ ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് വൃക്ക മാറ്റിവെക്കുകയാണ്. നമ്മളിപ്പോ 100 ആൾക്കാര് കിഡ്നിയുടെ തകരാറുള്ള ആൾക്കാർ ഇപ്പൊ ഇന്നും വൃക്ക മാറ്റി വെച്ച് കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ 95% ആൾക്കാർക്കും യാതൊരു പ്രശ്നവും കാണത്തില്ല, അവരെല്ലാം ജീവനോടെ ഉണ്ടാവും. അതിൽ തന്നെ ഒരു 90% ആൾക്കാർ വൃക്കയും നല്ലതായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും, അവർ ഡയാലിസിസ് ചെയ്യേണ്ടി വരത്തില്ല. പക്ഷെ ഇന്നിപ്പോ ഒരു 100 ആൾക്കാർ വൃക്ക രോഗികൾ ഡയാലിസിസ് തുടങ്ങിയാൽ ഒരു 5 വർഷം കഴിയുമ്പോൾ ഒരു 60% ആൾക്കാർ ജീവനോടെ കാണത്തുള്ളൂ. ചെറുപ്പക്കാര് 60% ആൾക്കാർ ജീവനോടെ കാണത്തുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട്, അതായത് വല്ല ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ അണുബാധകളോ വന്നിട്ട് ചിലപ്പോൾ അവർ മരണമടഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം ഇങ്ങനെ കഴിയാറായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് നമ്മുടെ പ്രിയ ശ്രോതാക്കളോട് ഡോക്ടറിന് സംസാരിക്കാൻ? വൃക്ക രോഗത്തിന് അസുഖ ലക്ഷണങ്ങളൊന്നുമില്ല. തുടക്കത്തിലെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചികിത്സ ചെയ്ത് അത് കുറയ്ക്കാനോ അതോ നിയന്ത്രിക്കാനോ പറ്റുകയുള്ളൂ. അപ്പോൾ വൃക്കരോഗം ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണണം. അപ്പോൾ ആർക്കൊക്കെയാണ് അത് വരുന്നത്? ഷുഗർ, പ്രഷർ, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള ആൾക്കാർ, എന്തെങ്കിലും ക്യാൻസർ സംബന്ധമായ ചികിത്സ എടുക്കുന്ന ആൾക്കാർ, വാതരോഗ സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ എടുക്കുന്നവർ, സ്ഥിരമായി എന്തെങ്കിലും അണുബാധകളൊക്കെ ഉള്ള ആൾക്കാരിലാണ് കൂടുതലും
ഈ വൃക്കരോഗങ്ങൾ കണ്ടുവരുന്നത്. അപ്പൊ ഇത്തരം രോഗങ്ങളുള്ള ആൾക്കാർ, അതായത് ഷുഗറുകാർ, പ്രഷറുകാർ, ഹാർട്ടിന്റെ അസുഖമുള്ള ആൾക്കാർ, കരളിന് അസുഖമുള്ള ആൾക്കാർ, ഇവരെല്ലാവരും നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും വൃക്കരോഗം ഉണ്ടോ എന്നുള്ള ഒരു ചെക്കപ്പ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നത് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് ട്രീറ്റ് ചെയ്ത് അത് മാറ്റാൻ പറ്റുന്നിടത്തോളം മാറ്റാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത് കോട്ടയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ജോസഫ് വിനു PA ആണ്. അപ്പോൾ ഡോക്ടറുടെ വിലയേറെ നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും റേഡിയോ ബെൻസിഗറിന്റെ പേരിൽ നന്ദി പറയുകയാണ്. നന്ദി ഡോക്ടർ. താങ്ക് യു.